ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, സ്നേഹത്തിൻ്റെ വചനത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായമാണ്. അതിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അതിലെ 5-ാമത്തെ വാക്യം: കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ലേഖനങ്ങളാണ് 1-ഉം 2-ഉം തെസ്സലോനിക്കർ. അപ്രകാരം പറയുവാൻ കാരണം, കർത്താവിൻ്റെ 2-ാം വരവിനെ കുറിച്ച് വളരെ സ്പഷ്ടമായും വ്യക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഈ ലേഖനങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് 2-ാമത്തെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളെ, ക്രിസ്ത്യാനികളായിട്ടുള്ള വ്യക്തികൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം. പൗലോസ് 2-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. അപ്രകാരമുള്ള ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ, കർത്താവ് വന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ സുബോധം വിട്ട് നിങ്ങൾ തെറ്റിപ്പോകരുത്. മറിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച വചനത്തിൽ നിലനിൽക്കണമെന്ന് സ്പഷ്ടമായിട്ട് 2-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ, 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, പ്രത്യേകിച്ച് ഈ 5-ാമത്തെ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിനായി സഹിഷ്ണുതയോടുകൂടെ കാത്തിരിക്കുന്നതിലേക്കും തിരിക്കുമാറാകട്ടെ എന്നാണ്. ഇംഗ്ലീഷ് KJV അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ആൻഡ് ദ ലോർഡ് direct your hearts into the love of God and into the patient waiting for Christ. ക്രിസ്തുവിനായിട്ട് സഹിഷ്ണുതയോടുകൂടെ കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവിനായിട്ട് നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ വചനം തിരിക്കട്ടെ എന്ന് സ്പഷ്ടമായിട്ട് പറയുകയാണ്. 3-ാമത്തെ അധ്യായം തുടക്കത്തിൽ വായിക്കുന്ന പ്രകാരമാണ്: ഒടുവിൽ, അതായത് ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെയും പറഞ്ഞതിന് ശേഷം, ഒടുവിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. ഇപ്പോൾ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ് 6-ാമത്തെ വാക്യത്തിൽ: സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം, ഞങ്ങൾ പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച വചനം അല്ലെങ്കിൽ പ്രമാണം, ഈ പ്രമാണത്തിൽ നിങ്ങൾ നിലനിൽക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം എന്ന് സ്പഷ്ടമായിട്ട് പറയുന്ന ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ വളരെ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും അതുപോലെ തന്നെ സിൽവാനോസും തിമോഥെയോസും കൂടെ ചേർന്നാണ് ഈ തെസ്സലോനിക്ക ലേഖനം എഴുതുവാനായിട്ടിടയായി തീർന്നതെന്ന് നമുക്ക് ഇതിൻ്റെ പ്രാരംഭത്തിലെ അധ്യായം 1-ന്റെ തുടക്കത്തിലുള്ള വാക്യങ്ങളിൽ തന്നെ കാണുവാൻ സാധിക്കുന്നു. ഈ 2-ാമത്തെ ലേഖനവും 1-ാമത്തെ ലേഖനവും അപ്രകാരം തന്നെയാണ് അതിൻ്റെ തലക്കെട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇവർ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്: ഞങ്ങൾ. എന്തൊരു താഴ്മയല്ലേ, ഒരു ഐക്യത. ഞങ്ങൾ, എല്ലാ ഭാഗവും ഞാനെന്ന് പറയാതെ പൗലോസ് ഇപ്പോൾ തികഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് പറയുകയാണ്, ഞങ്ങൾ. എല്ലാ ഭാഗങ്ങളും എവിടെ നോക്കിയാലും ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നു എന്നും, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തു. ഞങ്ങൾ, നിങ്ങൾ. പ്രത്യേകിച്ച് 5 തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 5 തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച്. 1-ാമതായിട്ട് ഞങ്ങൾ, 2-ാമതായിട്ട് നിങ്ങൾ, 3-ാമതായിട്ട് ഞങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടേണ്ടിയവർ. നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ, അതായത്
നിങ്ങളുടെ അടുക്കലെത്തിയതുപോലെ, വചനം നിങ്ങളുടെ അടുക്കലെത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം വ്യാപിച്ച് മഹത്വപ്പെടണം. ഒന്ന് ഞങ്ങൾ, രണ്ട് നിങ്ങൾ, പിന്നെ ഞങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടേണ്ടിയവർ, നാല് ക്രമം കെട്ട് നടക്കുന്നവർ, അഞ്ചാമതായിട്ട് ദൈവം. ഈ 5 വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ പൗലോസ് പ്രാരംഭമായിട്ട് പറയുകയാണ്, ഈ വചനം ഒടുവിൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം എല്ലാത്തിൻ്റെ ഒടുവിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ കർത്താവിൻ്റെ വചനം ഒന്നാമതായിട്ട് ഞങ്ങളിൽ വ്യാപിച്ചു, അത് ദൈവത്തിലൂടെ. രണ്ടാമതായിട്ട് നിങ്ങളിൽ വ്യാപിച്ചു, ഞങ്ങളിലൂടെ. നിങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഈ വചനം നാലാമതായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ഇടയായിത്തീരണം. മറ്റൊരു കാര്യം കൂടെ പൗലോസ് എടുത്ത് പറയുകയാണ്, ഇത് നിങ്ങളുടെ ഇടയിൽ തന്നെ സഹോദരന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവരിൽ ക്രമം കെട്ട് നടക്കുന്നു എന്നർത്ഥത്തിലാണ്. കാരണം 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും, അപ്പോൾ സഹോദരന്മാരെ എന്ന് വിളിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ കൂടെയുള്ള ഏത് സഹോദരനായാലും ശരി, ക്രിസ്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയും തെറ്റിപ്പിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയെ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശക്തികൾ, അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുന്ന സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. 7-ാമത്തെ വാക്യം പറയുകയാണ്, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന വചനമനുസരിച്ച്, ദൈവം ഞങ്ങളോട് സംസാരിച്ച വചനമനുസരിച്ച് ഞങ്ങൾ നടന്നിട്ടുള്ളൂ, ഞങ്ങൾ ക്രമം കെട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു മാതൃകയായിട്ടെടുക്കാം. ഞങ്ങളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഞങ്ങൾ ഇതുവരെയും ദൈവത്തിൻ്റെ വചനം വിട്ട് തെറ്റിപ്പോയിട്ടില്ല. കാരണം ഞങ്ങൾ അറിഞ്ഞ ഈ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പ്രമാണിച്ചു. ആ പ്രമാണിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്കും നൽകി തരുന്നു എന്നതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും, അതായത് ഈ ദൈവത്തിൻ്റെ വചനമാണ് സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നത്, സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്ന് സ്പഷ്ടമായിട്ട് പൗലോസ് പറയുകയാണ്. ഈ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് പരിവർത്തിച്ചത്. ഈ ദൈവത്തിൻ്റെ വചനമാണ് പിന്നത്തേതില് ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ സഹിഷ്ണുതയോടെ ക്രിസ്തുവിനായിട്ട് കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം, വ്യക്തമായ വചനം നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വചനത്തെ എതിർ ക്രിസ്തുക്കളായിട്ടുള്ള, എതിർ പറയുന്ന ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾ കാത്തിരിക്കുന്ന നിത്യതയെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങളെ തളർത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ പറയുക, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുന്നതാ ഒരു ശക്തിക്കും ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, സ്നേഹത്തിൻ്റെ വചനത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കളയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ വചനത്തിൽ ഉറപ്പോടെ നമുക്ക് നിൽക്കാം. സർവകൃപാലുവായ ദൈവം നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.